അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 9-ാമത്തെ വാക്യം. ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവം എന്നും നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച് തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, അനുഗ്രഹിക്കപ്പെട്ട ഈ വചനത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. പലപ്പോഴും നമുക്കൊക്കെ പറ്റുന്നതായ ഒരു പ്രയാസകരമായ കാര്യം, നാം സേവിക്കുന്ന, നാം പ്രാർത്ഥിക്കുന്ന, നാം ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാതാണ് പലപ്പോഴും നമ്മളൊക്കെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും വെച്ചത്. ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയവർക്ക് മാത്രമേ ദൈവം ആരാണെന്നും ആ ദൈവം കൽപ്പിക്കുന്ന കൽപ്പനകൾ അനുസരിച്ചാൽ അതിൽ കൂടെ കിട്ടാവുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിച്ച വേദഭാഗത്ത് ഒന്നാമത് പറയുന്ന ഒരു കാര്യം, നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവം. അപ്പൊ ദൈവം ആരാണ്? സത്യദൈവമാണ്. യേശു സത്യദൈവമാണെന്ന് നാം ആദ്യം അറിയണം. ഈ പകൽക്കാലം നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒന്നാമത് അറിയേണ്ടത്, നാം സേവിക്കുന്ന, നാം ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവം സത്യദൈവമാണെന്ന് നമ്മൾ അറിയണം. സ്തോത്രം. ദൈവത്തെ കുറിച്ച് നമുക്കൊരു നല്ലൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. പലപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പല വികലമായ കാഴ്ചപ്പാടുകളാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്തി തരുന്ന ഒരു ദൈവം എന്നുള്ളൊരു ചിന്തയിലാണ് പലരും പോകുന്നത്. അത് തെറ്റാണ്. അങ്ങനെയുള്ളൊരു ദൈവമല്ല യേശു. പിന്നെ ആരാണ്? യേശു സത്യദൈവമാണ്. സത്യവും നീതിയും മാത്രം നടത്തി നൽകുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, അതെ, ഞാൻ വിശുദ്ധനാകിയാൽ, ദൈവം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹമോ നമ്മുടെ വിശുദ്ധീകരണം തന്നെ. അപ്പം വിശുദ്ധനായ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഒക്കെ വിശുദ്ധരായി ജീവിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ പകൽക്കാലം നാം അറിയേണ്ട ഒന്നാമത്തെ കാര്യം, നാം സേവിക്കുന്ന, നാം പ്രാർത്ഥിക്കുന്ന, നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം ആരാണെന്നുള്ള ഉത്തമ ബോധം നമുക്കുണ്ടാകണം. 2, ആ ഉത്തമ ബോധം നമുക്കുണ്ടായാൽ അടുത്ത വാക്കോടെ പറയുന്നു, എന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവർ. അപ്പൊ ദൈവം ആരാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ആ ദൈവത്തെ എങ്ങനെ അനുസരിക്കണമെന്ന് നമുക്ക് അറിയത്തുള്ളൂ. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു, നിങ്ങളെന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എന്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കള്ളന്മാർ. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ എല്ലാവർക്കും കഴിയും. പക്ഷെ ദൈവകൽപ്പന അനുസരിക്കുന്നവരാരാണ്? ദൈവം ആരാണെന്ന് വ്യക്തമായി അറിഞ്ഞവർക്കാ. ദൈവത്തെ അറിഞ്ഞ ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം നാം ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കണം. ദൈവകൽപ്പന എന്ന് പറയുന്നതോ നമ്മുടെ വിശുദ്ധമായ ഒരു ജീവിതമാണ്. വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കുക. യേശുവിനെ അറിഞ്ഞവർ, എന്റെ പിന്നാലെ വരുന്നവൻ എന്റെ ക്രൂശനെ അനുഗമിക്കുക, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്നൊക്കെ യേശു പറഞ്ഞപ്പോൾ യേശു കൊടുത്ത പ്രാധാന്യത ദൈവത്തിന്റെ വാക്കുകളെ നമ്മൾ അനുസരിക്കണം. പത്രോസ് പറഞ്ഞൊരു വാക്കുണ്ട്, നാഥാ യേശുവെ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കുന്നു. യേശുവിന്റെ വാക്ക് വിശ്വസിച്ച് വലയിറക്കണം. യേശുവിന്റെ വാക്ക് കേട്ട് വിശ്വസിച്ച് ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്നവർക്ക് എന്താ ലഭിക്കുന്നത്? മൂന്നാമത്തെ അനുഗ്രഹം ദേവൻ പറയുന്നു, തന്നെ സ്നേഹിച്ച് തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദൈവം പരിപാലിക്കുന്നവനാ. ദൈവം പാലിക്കുന്ന ദൈവം. ദൈവം ആരാണെന്ന് അറിയുന്നവർ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കും. 3, ദൈവകൽപ്പന അനുസരിക്കുന്നവർ, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ദൈവമക്കൾക്ക് ദയ കാണിക്കുന്നവനാണ് ദൈവം. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. സ്തോത്രം. എന്തായാലാ? യഹോവ എൻ്റെ ഇടയൻ. നമുക്കിന്ന് പകൽക്കാലം ദൈവം ആരാണെന്ന് നിങ്ങൾ അറിയും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കടന്നു പോകുന്ന പ്രതികൂലമായ സാഹചര്യം എന്തു തന്നെ ആയിരുന്നാലും അതിന്റെ മധ്യത്തിൽ നിങ്ങളെ നടത്തുവാൻ ഈ ദൈവം ശക്തനാണെന്ന് നിങ്ങൾ അറിയണം. ഈ ദൈവത്തെ ഉള്ളതുപോലെ അറിഞ്ഞാൽ ദൈവം പറയുന്നത് എന്തും അനുസരിപ്പാൻ നിങ്ങൾക്ക് സാധിക്കും. ദൈവം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതൊന്നും ദൈവം ചെയ്യാൻ പറയത്തില്ലെന്ന്.
നിങ്ങൾ ബലി കൊടുക്കാനോ നേർച്ച കൊടുക്കാനോ അതേ ഉരുളാനോ മുട്ടിന്മേൽ വലിയാനോ ഇതൊന്നും ദൈവം പറയുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുക, കർത്താവിൽ വിശ്വസിക്കുക. വിശ്വസിച്ച് കർത്താവിനോടൊന്ന് ചേർന്നിരുന്നവരോട് ഈ കർത്താവിനോട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാട്ട് തീർച്ചയായിട്ടും ദൈവം നമ്മെ നടത്തും. ആകയാൽ ഇന്ന് വൈകാലം ദൈവത്തെ അറിയുന്ന ദൈവവൈതലെ ദൈവകൽപ്പന അനുസരിച്ച് ദൈവവചന പ്രകാരമുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം നിനക്കുണ്ടാകട്ടെ. ദൈവത്തിന്റെ വചനപ്രകാരമുള്ള ഒരു ആത്മീക ജീവിതം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ വചനപ്രകാരം ഒരു ആരാധനാ ജീവിതം, ഒരു വിശുദ്ധ ജീവിതം ഉണ്ടാകിയാൽ ദൈവം നമ്മുടെ തലമുറകളെ പോലും മാനിക്കുന്ന ദൈവമാണ്. ആ നന്മ ഇന്ന് പകൽക്കാലം നമുക്ക് ലഭിക്കും. നമ്മുടെ കുറവുകളൊക്കെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് സന്തോഷമുള്ള ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഉറച്ചു പറ, എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്, ഈ ദൈവം എന്നെ നടത്താൻ ശക്തനാണ്. നിങ്ങളുടെ പ്രതികൂലങ്ങളെ കർത്താവ് മാറ്റും. നിങ്ങളുടെ രോഗങ്ങളെ കർത്താവ് മാറ്റും. നിങ്ങൾക്കെതിരായി ഉയർന്നു വരുന്ന സകല ആഭിചാര ശക്തികളും ദൈവം നിങ്ങളെ വിടുവിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. ആ കർത്താവിൽ വിശ്വസിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുക. ഈ വചനങ്ങളാൽ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.